നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീലൊക്കേഷൻ ബൈ ബിറ്റ്മാസ്ക് ആണ്. അപ്പോൾ റീലൊക്കേഷൻ ലോഡർ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റീലൊക്കേഷൻ ബൈ മോഡിഫിക്കേഷൻ റെക്കോർഡാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ റീലൊക്കേഷൻ ബൈ ബിറ്റ്മാസ്ക് ആണ് പറയുന്നത്. നമ്മുടെ SIC പ്രോഗ്രാം ആണെങ്കിൽ SIC പ്രോഗ്രാമിലെ എല്ലാ ഒബ്ജക്റ്റ് കോഡുകളും ഒരുവിധം എല്ലാ ഒബ്ജക്റ്റ് കോഡുകളും തന്നെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഈ ബിറ്റ്മാസ്ക് ആയിരിക്കും ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള മോഡൽ. കാരണം നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബിറ്റുകൾ മോഡിഫിക്കേഷൻ വേണം എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ് ഉണ്ടാവും. ആ ബിറ്റിനെയാണ് നമ്മൾ റീലൊക്കേഷൻ ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 ഡിജിറ്റ് ബിറ്റ് 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 12 ബിറ്റ് ആയിരിക്കും ബിറ്റ് മാസ്കിൻ്റെ ലെങ്ത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് ഹെഡർ റെക്കോർഡിലല്ല ടെക്സ്റ്റ് റെക്കോർഡിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് കോഡ് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ് കോഡ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു റീലൊക്കേഷൻ ബിറ്റും കൂടി സ്പെസിഫൈ ചെയ്യും. അപ്പം ഒരു റീലൊക്കേഷൻ ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒബ്ജക്റ്റ് കോഡിനൊപ്പം സ്റ്റാർട്ടിങ് അഡ്രസ്സും കൂടി ആഡ് ചെയ്താലേ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് കറക്റ്റ് ആവത്തുള്ളൂ. ബിറ്റ് വാല്യൂ 0 ആണെങ്കിൽ നോ മോഡിഫിക്കേഷൻ ഈസ് നെസസറി. സാധാരണയായിട്ട് നമുക്ക് 3 ഡിജിറ്റ് ആകുമ്പോൾ 12 ബിറ്റാണ്. കാരണം ഒരു ഡിജിറ്റിന് 4 ബിറ്റ്, 3 ഡിജിറ്റാണ് നമ്മൾ റീലൊക്കേഷൻ ബിറ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നത്. 3 ഡിജിറ്റ് ആകുമ്പോൾ 12 ബിറ്റ് എന്നർത്ഥം 12 ഒബ്ജക്റ്റ് കോഡുകളുടെ മോഡിഫിക്കേഷനെ പറ്റി നമുക്ക് ആ ഡിജിറ്റ് വെച്ചിട്ട് പറയാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് റെഡിൽ വട്ടം വരച്ചിട്ടുണ്ട്, കണ്ടോ, FFC. അപ്പോൾ ടെക്സ്റ്റ് റെക്കോർഡിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഓഫ് ദി ഒബ്ജക്റ്റ് കോഡ് മെമ്മറിയിൽ എങ്ങോട്ടാണ് ലോഡ് ചെയ്യേണ്ടത്? 000 പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് കോഡ് കൊടുക്കണം. അപ്പം അത് 1F എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ കൊടുത്തിരിക്കുന്നത്? ബിറ്റ് മാസ്ക് FFC എന്ന് കൊടുത്തിട്ടുണ്ട്. എഫിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 111, അടുത്ത എഫിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 111, അടുത്ത സിയുടെ ബൈനറി റെപ്രസെൻറ്റേഷൻ 110. ഇതിൻ്റെ അർത്ഥം നമുക്ക് എത്ര ഒബ്ജക്റ്റ് കോഡുകൾ മോഡിഫൈ ചെയ്യാനുണ്ട്? കോൺസിക്യൂട്ടീവായിട്ട് 10 ഒബ്ജക്റ്റ് കോഡുകളിനകത്തും എന്ത് ആഡ് ചെയ്യണം? സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആഡ് ചെയ്താലേ ആ ഒബ്ജക്റ്റ് കോഡ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് റീലൊക്കേഷൻ ബൈ ബിറ്റ് മാസ്ക്. ക്ലിയർ?